രാധിക മോളെ, നാളെ രാവിലെ പ്രിയങ്ക ആവശ്യപ്പെട്ട പണം നമ്മൾ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ശല്യപ്പെടുത്താൻ ആരും ഉണ്ടാവില്ല. നീ ഞങ്ങൾക്കെല്ലാവർക്കും പ്രിയപ്പെട്ട മകളാണ്. കണിമംഗലത്തിന്റെ ഐശ്വര്യമായ നിന്നെ ഒരു നിമിഷം പോലും വേർപിരിഞ്ഞിരിക്കാൻ ഞങ്ങൾക്കാർക്കും സാധിക്കില്ല എന്നതാണ് സത്യം. അച്ഛാ, പ്രിയങ്ക ചോദിച്ച കോടികളുടെ കണക്ക് ഞാൻ കേട്ടു. എനിക്ക് വേണ്ടി, ഞാനും വരുണുമായിട്ടുള്ള ഒന്നിച്ചുള്ള ജീവിതത്തിന് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യാൻ ഈ കുടുംബത്തിന് മാത്രമേ സാധിക്കൂ. പിന്നെ പണം കൊടുക്കുന്നുവെന്ന് കരുതി മോളുടെ അനിയത്തിയെ ശപിക്കാനൊന്നും ഉദ്ദേശമില്ല കേട്ടോ. പ്രിയങ്ക സുഖമായി എവിടെയെങ്കിലും ജീവിച്ചോട്ടെ, അതിലെല്ലാവർക്കും സന്തോഷമേ ഉള്ളൂ. മോളെ, നീ ചിരിച്ചും കളിച്ചുമൊക്കെ നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ടെങ്കിലും അതിനിടയിൽ മനസ്സിൽ സൂക്ഷിക്കുന്ന വേദന ഞങ്ങൾക്ക് മനസ്സിലാവും. അത് മാറ്റേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ? മുത്തശ്ശി മോളെ, നാളത്തെ ദിവസം ഒന്ന് കഴിഞ്ഞു കിട്ടിയാല് എല്ലാവരുടെ മനസ്സും ഒന്ന് ശുദ്ധിയാവും. എന്നിട്ട് വേണം മോളെ എല്ലാ ശാപങ്ങളും ആട്ടി അകറ്റിയ സന്തോഷത്തോടെ ഈ കുടുംബത്തിനൊന്ന് സന്തോഷിക്കാൻ. വരുൺ, എന്റെ കൂടെ ഒന്ന് വരുമോ? എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം ഈ കുടുംബം. എത്ര നന്ദി പറഞ്ഞാലും, എത്ര ജന്മം ജനിച്ചു കൂടെ നിന്നാലും ഇതിന്റെ കടം തീരില്ല. ഈ കുടുംബത്തിൽ എല്ലാവർക്കും അങ്ങയുടെ അനുഗ്രഹം ഉണ്ടാവണം. ശരിക്കും നാളെ മുതലാ നമ്മൾ ജീവിക്കാൻ തുടങ്ങുന്നത്, അല്ലേ? എന്റെ പെണ്ണിന് യാതൊരു ആശങ്കകളും ഇല്ലാതെയാണ് നാളെ മുതൽ നമ്മൾ ജീവിക്കാൻ പോകുന്നത്.